ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് സൗണ്ട് കോർ ബൈ ആങ്കർ ലിബർട്ടി എയർ 2 പ്രോ ആണ്. ആങ്കറിൻ്റെ ഓരോ പ്രോഡക്ട്സിനും അവർ ഒരു സീരീസ് പോലെ കൊണ്ടുവരുന്നത് ലിബർട്ടി എന്നുള്ളത് അതിൻ്റെ ഒരു പ്രോഡക്ട്സിൻ്റെ സീരീസിൻ്റെ പേരായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ന്യൂ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സ്വന്തമായിട്ട് തന്നെ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലാണ്, സ്പെഷ്യലുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കിത് കിട്ടിയേക്കുന്നത് ആങ്കറിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സിലാണ് കേട്ടോ. അപ്പോൾ ആ ബോക്സിൻ്റെ ഫസ്റ്റത്തെ പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദിസ് ഇസ് എ സെക്കൻഡ് ലെയർ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ബോക്സ്. ദിസ് ഇസ് ദ വൺ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. കാണാൻ നല്ല ക്യൂട്ട് ആൻഡ് എലിഗൻറ്റ് ലുക്കാണ് കേട്ടോ. നല്ല ഹെവി ബോക്സാണ്. അപ്പോൾ നോർമലായി തന്നെ എല്ലാ ബോക്സിലും കൊടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം വലിയ നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൈക്കിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ പറ്റിയാണ് അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇപ്പോൾ കാണുന്ന പോർഷനെ പറ്റി പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ സൗണ്ട് കോർ എന്നുള്ളത് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ബാക്ക് സൈഡിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഓരോന്നായി എഴുതി അതിൻ്റെ സൈൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെല്ലിംഗ് കണ്ടില്ലേ, ANKER, ആങ്കർ, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ ലിറ്റിൽ മാഗ്നറ്റിക് ടച്ചുള്ളൊരു ഇതാണ് കേട്ടോ, ഇങ്ങനെ ഒരു സ്റ്റിക്കി പോലത്തെ. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അവിടെ നോയ്സിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലൈറ്റ്, ഹൗസ്, ഔട്ട്സൈഡ് ഒരു സൈൻ കൊടുത്തിട്ടില്ലേ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസായിട്ട് പറഞ്ഞേക്കണേ കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഐറ്റം. അത് നല്ല അടിപൊളി ഒരു ബ്ലൂ കളറാണ് കേട്ടോ. ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, പിങ്ക്, വൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനൊരു കവർ, അതിൻ്റെ മുകളിലൊരു കവറുണ്ട്. ആ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് നമ്മുടെ കേസാണ് അതിൻ്റെ ചാർജിങ് കേസ്. ആൻഡ് മുകളിലായിട്ട് 2 ഇയർബഡും കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ മുകളിൽ തന്നെ ഒരു സിമ്പിൾ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആങ്കറിൻ്റെ. പിന്നെ ഒരു സിമ്പിൾ ബോക്സാണ്, ബട്ട് ഇറ്റ്സ് വെരി ക്യൂട്ട് ആൻഡ് കംഫർട്ടബിൾ ടു യൂസ്. നമ്മൾ ഹാൻഡിയാണ്, നല്ല കയ്യിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടും നല്ല കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. നല്ല വെറുതെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആവും അത്. അപ്പോൾ അതിൽ 2 ലൈറ്റ് കത്തുന്നുണ്ട്. അവിടെ 3 ലൈറ്റ്സാണ് ആകെ ഉള്ളത്. അപ്പോൾ അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ 2 ലൈറ്റ്സ് ഇങ്ങനെ ചെറുതായിട്ട് കത്തിയിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ അവിടെ 3 ലൈറ്റ്സിൻ്റെ ഇതുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ചാർജ് ചെയ്യാനുള്ളത്. അതിൽ C ടൈപ്പ് കേബിൾ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് ബാക്കിൽ സ്ഥലമുണ്ട്. അല്ലാണ്ട് തന്നെ വയർലെസ് ചാർജ് ചെയ്യാനും പറ്റും. 2 ടൈപ്പിലും ചാർജ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് ഐറ്റം. ഇയർബഡ് വരുന്നത് ഇതാണ്. നല്ല കംഫർട്ടബിളാണ് കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അവിടെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. അത് ഗോൾഡൻ കളറിലാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മൈക്ക് ലെയറിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 10 ലെയർ ഇതാണ്. അപ്പോൾ അതിൽ സൗണ്ട് വേരിയേഷനും മോഡുലേഷനൊക്കെ വേണ്ടിയിട്ടും പ്രത്യേകം സിസ്റ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോക്സും ഇയർബഡ് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരുന്നത് ഇതാണ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഓൾമോസ്റ്റ് ഒരു 8 പെയേഴ്സ് എക്സ്ട്രാ തന്നിട്ടുണ്ട് അവർ. അത് ഓരോരുത്തരുടെ ചെവിയുടെ സൈസിനനുസരിച്ചിട്ട് അങ്ങനെ ഡിഫറെൻറ്റ് സൈസസിലാണ് അത് തന്നേക്കണത്. പിന്നെ C ടൈപ്പ് ഒരു കേബിൾ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബുക്കും വാറണ്ടി കാർഡ് അങ്ങനത്തെ ഐറ്റംസാണ് ഉള്ളത്. ബുക്കിൽ നോർമൽ നമ്മുടെ എല്ലാ ഇതിലും കൊടുത്തേക്കണ പോലെ തന്നെ അതിൻ്റെ യൂസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇയർബഡ് ആ കേസിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളും പിന്നെ ആ ഇയർബഡിൽ ടിപ്സൊക്കെ സൈസ് ഓരോരുത്തരുടെ മാച്ചായ സൈസ് ഏതാണ് സൈസിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ ഇത് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 26 hours കണ്ടിന്യൂസ് അതിൽ ഒരു ടൈം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോക്സിൽ 26 hours ചാർജ് ചെയ്യാനുള്ളതുണ്ടാവും. പിന്നെ ഒരു ടൈം നമ്മൾ ഫുള്ളി ചാർജ് ആയിട്ടുണ്ടെങ്കിൽ കേസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് 26 hours ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 7 hours യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കണ്ടിന്യൂസ് 7 hours യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിൽക്കുന്നുണ്ട് അത്രയും ചാർജ് തന്നെ കേട്ടോ. പിന്നെ എൻ്റെ നല്ല ക്യൂട്ടാണ്, ഹാൻഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിളാണ് ക്യാരി ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതതിൻ്റെ ടൈപ്പ് കേബിളാണ് കേട്ടോ, കേബിൾ ഇല്ലാണ്ട് തന്നെ ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു 15 minutes ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 hours വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പിൻ്റെ പേരാണ് സൗണ്ട് കോർ. അപ്പോൾ അതുള്ളത് നമ്മൾ ഓൾറെഡി ആയ ഒരു ബോക്സുമിൽ കേസുമിൽ കണ്ടിട്ടില്ലേ, ഒരു D ഷേപ്പിൽ ആ ഒരു സൈനാണുള്ളത് കേട്ടോ, ലൈറ്റ് ബ്ലൂ കളറിൽ സൗണ്ട് കോർ മെയിൻ ഹെഡിങ് ആയിട്ട് ആങ്കറിന് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നും ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് ഉള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇയർബഡ് നമ്മൾ പ്രോപ്പറായിട്ടാണോ വെച്ചേക്കുന്നത്, ഓരോ ടിപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ പ്രോപ്പറാണോ യൂസ് ചെയ്തേക്കണമെന്നുള്ളതിന് ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇയർബഡ് വെച്ചുകൊണ്ടും ഇതിൽ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് പ്രസ് ചെയ്യാം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതുപോലൊരു സൈൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഒരു 2 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഒരു 2 സെക്കൻഡിൽ തന്നെ അതിൻ്റെ ആൻസർ അവിടെ വരും. അപ്പോൾ ടെസ്റ്റിന് റിസൾട്ട് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടല്ല അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അത് കാണിക്കും. 1 is good, 1 is അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ കാണിക്കും. ദെൻ അഗെയിൻ നമ്മൾ ശരിയാക്കി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഇതും കാണിക്കും കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ ID ആണ്. നമ്മുടെ ചെവിയുടെ നമ്മുടെ കൈയൊക്കെ നമുക്ക് ഓരോ എനർജി ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ കാര്യം. അപ്പോൾ അതും ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിക്ക് ഏതാണ് എത്രയും സൗണ്ടാണ് പ്രോപ്പറായിട്ട് ആവശ്യം എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഏജൊക്കെ ചോദിക്കും കേട്ടോ, അതിനനുസരിച്ചിട്ട് ആ ഫ്രീക്വൻസി അത് തന്നെ സെറ്റ് ചെയ്തോളും. അപ്പോൾ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ആവശ്യം സൈലൻസാണ് വീട്ടിൽ. അപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്ന സ്പേസിലാണ് അത് കറക്റ്റായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിരുന്ന സ്പേസ് അത്രയ്ക്ക് അങ്ങോട്ട് സൈലൻ്റ് ആയിരുന്നില്ല, മക്കൾ നല്ല ഒച്ചപ്പാടായിരുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സൈലൻറ്റ് സ്പേസിൽ കറക്റ്റായിട്ട് അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് കൊടുത്തേക്കണം. അതുകൊണ്ടും പിന്നെ അറിയാലോ, ആങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ഇറക്കുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ക്വാളിറ്റി പ്രോഡക്ട്സുമാണ് അവരുടെ എല്ലാവരും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 549 റിയാൽസാണ്. നാട്ടിലത്തെ ഒരു 10,000 rupees ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.